exploring travel and food. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമാകുമ്പോൾ നമുക്കറിയാം വഴികളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ആളുകൾ പുറത്തുനിന്നാണ് ഇപ്പോൾ സദ്യ ഓർഡർ ചെയ്ത് മേടിക്കുന്നത്. അപ്പോൾ ബൃന്ദാവൻ ഹോട്ടൽ നോർത്ത് പറവൂരിലെ സദ്യ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സദ്യ മേടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ക്യൂ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് സദ്യ കിട്ടുകയുള്ളൂ. അവർ ഓരോരോ ആൾക്കാരെ ബുക്ക് ചെയ്ത ആൾക്കാരുടെ കൂപ്പൺ നോക്കി അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് നമുക്കൊരു ഇതുപോലൊരു കണ്ടെയ്നറിലും പിന്നെ ബാക്കി ഐറ്റംസ് കറികൾ ഇതുപോലൊരു ബിഗ് ഷോപ്പർ പോലെ ഉള്ള ഒരു സഞ്ചിയിലാണ് തന്നിരുന്നത്. അത് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇലയുണ്ടായിരുന്നു. അപ്പോൾ സദ്യ വാങ്ങിച്ചു, കാറിൽ വെച്ചു. ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്. പപ്പടം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഐറ്റംസൊക്കെ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയാണ് തന്നിരിക്കുന്നത്. 4 പേർക്കുള്ള ഭക്ഷണമാണെങ്കിൽ അങ്ങനത്തെ ഒരു പാക്കേജാണ് അവർ തരുന്നത്. 4 പേർക്കുള്ള ഭക്ഷണങ്ങളാണ് ഇതിലുള്ളത്. ഇതിലത്യാവശ്യം എല്ലാ കറികളും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ സദ്യയേക്കാളും ഇതിൽ പുളിശ്ശേരി ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ. പിന്നെ 1/2 ലിറ്ററാണ് നമുക്ക് സദ്യയുടെ കൂടെ കിട്ടുന്ന പായസം. പാലടയും പിന്നെ നമുക്ക് കിട്ടിയത് പരിപ്പ് പായസമായിരുന്നു. എല്ലാം നല്ല വൃത്തിയോടുകൂടി തന്നെ പാക്ക് ചെയ്തിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ സദ്യ നമ്മൾ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ കറികളും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കറികൾ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ പായസമാണെങ്കിലും അതായത് പാലടയാണെങ്കിലും പരിപ്പ് പായസമാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 4 പേർക്കുള്ള ഭക്ഷണമാണെങ്കിലും 4 പേര് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നല്ല സദ്യയായിട്ടാണ് നമുക്ക് തോന്നിയത്.